നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കൊടുങ്ങല്ലൂരിൽ ഡോക്ടറുടെ കാറിനെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ അടിമുടി ദുരൂഹത. പലരും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുകളുള്ളത് പോലീസിനെ കുഴക്കുന്നു. സംഘടിതരായി നിൽക്കുന്നവരെ സഹായിക്കുകയും അസംഘടിതരെ അവഗണിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. വിദേശ മദ്യം ബൈക്കിൽ കൊണ്ടു നടന്ന് വിൽപ്പന നടത്തുകയായിരുന്ന ആളെ ചാലക്കുടി എക്സൈസ് അറസ്റ്റ് ചെയ്തു. പരിയാരം പെല്ലിശ്ശേരി വീട്ടിൽ ആന്റണി ഡേവിസ് ആണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിൽ ഡോക്ടറുടെ കാറിനെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ അടിമുടി ദുരൂഹത. സംഭവവുമായി ബന്ധപ്പെട്ട് പലരും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുകളുള്ളത് പോലീസിനെ കുഴക്കുകയാണ്. ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചിറ സ്വദേശിയായ ഡോക്ടർ ഷാജു അശോകനെയാണ് 2 കാറുകളിലായെത്തിയ സംഘം പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത്. വെള്ളിയാഴ്ച രാത്രി മാടവന കാട്ടാക്കുളത്തിന് സമീപമായിരുന്നു സംഭവം. ബിസിനസ് ആവശ്യത്തിനായി പണം വായ്പ വാങ്ങാനായി ആദ്യം പറവൂരിലും പിന്നീട് കോട്ടപ്പുറത്തും എത്തിയ ഡോക്ടർ ഇടനിലക്കാരനുമൊത്ത് കാറിൽ പോകുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായതെന്നാണ് അറിവ്. ഇവരെ പിന്തുടർന്ന 2 കാറുകളിലൊന്ന് ഡോക്ടറുടെ കാറിലിടിച്ച് അപകടമുണ്ടാക്കി. തുടർന്ന് സംഘം ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് അക്രമികൾ പിൻവാങ്ങുകയായിരുന്നു. ഡോക്ടറെ കൊട്ടേഷൻ സംഘം പിന്തുടർന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല. ഡോക്ടറുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനെ കുറിച്ചും വ്യക്തമായ വിവരം കിട്ടിയില്ലെന്നാണ് സൂചന. സംഭവത്തിന് പുറകിൽ കോടികളുടെ ഇടപാടുണ്ടെന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. അക്രമികൾ സഞ്ചരിച്ചിരുന്നതെന്ന് കരുതുന്ന ഒരു കാർ മഞ്ഞനപ്പള്ളിക്ക് സമീപത്തു നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട കാറിൽ നിന്ന് വലിയൊരു കഠാര പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഫോറൻസിക് പോലീസും പരിശോധന നടത്തിയിരുന്നു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി PK രാജു, സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സംഘടിതരായി നിൽക്കുന്നവരെ സഹായിക്കുകയും അസംഘടിതരെ അവഗണിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗം കൊടകര യൂണിയൻ നിർമ്മിച്ച ആസ്ഥാന മന്ദിരം ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ SNDP യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം ദേവസ്വം സെക്രട്ടറി സന്തോഷ് അരൈക്കണ്ടി, ശ്രീധരൻ ജയകുമാർ, ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രി, യൂണിയൻ ജനറൽ സെക്രട്ടറി KR ദിനേശൻ, PK പ്രസിഡന്റ് KV സദാനന്ദൻ, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, അനൂപ് K ദിനേശൻ എന്നിവർ സംസാരിച്ചു. വിദേശ മദ്യം ബൈക്കിൽ കൊണ്ടു നടന്ന് വിൽപ്പന നടത്തുകയായിരുന്നയാളെ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ CO ഹരീഷ് അറസ്റ്റ് ചെയ്തു. പരിയാരം പെല്ലിശ്ശേരി വീട്ടിൽ ആന്റണി ഡേവിസ് ആണ് അറസ്റ്റിലായത്. ബൈക്കും ചാക്കിനുള്ളിലായി സൂക്ഷിച്ചിരുന്ന 29 കുപ്പികളിലെ 16 ലിറ്റർ മദ്യവും എക്സൈസ് പിടിച്ചെടുത്തു. 16 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പരിയാരം സ്വദേശി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. പരിയാരം സ്വദേശി ആന്റണി ഡേവിസ് എന്ന അന്തപ്പനാണ് ചാലക്കുടി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ഇരുചക്ര വാഹനത്തിൽ ആവശ്യക്കാർക്ക് മദ്യം എത്തിച്ചു കൊടുക്കുന്ന രീതിയിലാണ് പ്രതി സാധാരണ ചെയ്യാറുള്ളത്. 1-ാം തീയതി പ്രമാണിച്ച് ഇരുചക്ര വാഹനത്തിൽ മദ്യം വിൽപ്പന നടത്തുന്ന പ്രതിയെ ഞായറാഴ്ച രാവിലെ 16 ലിറ്റർ വിദേശ നിർമ്മിത മദ്യവുമായി എക്സൈസ് സംഘം പിടികൂടുകയായിരുന്നു. ഓണം പ്രമാണിച്ച് എക്സൈസ് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് ചാലക്കുടി എക്സൈസ് സംഘം പ്രതിയെ പിടികൂടിയത്. പ്രതിയുടെ പേരിൽ ഇതിനു മുൻപ് സമാനമായ 2 കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷിന്റെ നേതൃത്വത്തിലായിരുന്നു സ്പെഷ്യൽ ഡ്രൈവ്. പാർട്ടിയിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് അനീഷ് കുമാർ, പുത്തൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KN സുരേഷ്, ജേസൺ ജോസ്, ശിവൻ, ഡ്രൈവർ മുഹമ്മദ് ഷാൻ എന്നിവരും പങ്കെടുത്തു. പ്രതിയെ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മീഡിയ ടൈം, ചാലക്കുടി. പട്ടേപ്പാടം ശ്രീനാരായണ ധർമ്മ ട്രസ്റ്റ്, SNDP ശാഖായോഗം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. 1-ാം ദിവസം പൂക്കള മത്സരം നടന്നു. യൂണിയൻ കൗൺസിലർ KS ബിനു മുഖ്യാതിഥിയായിരുന്നു. കമ്മിറ്റി അംഗം രാജൻ ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു.
വേണുപാലാപ്പറമ്പിൽ സംസാരിച്ചു. സെപ്റ്റംബർ 15 തിരുവോണനാളിൽ കായിക മത്സരങ്ങൾ, വടംവലി, സമ്മാനദാനം, ഓണക്കളി എന്നിവ നടന്നു. ഓണ സന്ദേശത്തെക്കാൾ എനിക്ക് പറയാനുള്ളത് ജീവിത സന്ദേശം. കാരണം നിങ്ങളെ ഈ മേഖല നിർത്തി തന്നെയില്ല. നമുക്കൊരു പൈതൃകം, ഒരു സംസ്കാരം പ്രത്യേകിച്ച് ആ പൈതൃകത്തെയും സംസ്കാരത്തെയും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഇപ്പോഴത്തെ യുവാക്കളോട് കടമയായിട്ട് വരുന്നു. എനിക്ക് വളരെ സന്തോഷത്തോടെ ഇത്രയും കുട്ടികളെ കാണാൻ സാധിച്ചു. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു പൂക്കളമത്സരത്തിനും പിന്നെ വേറെ പരിപാടിക്ക് വരുള്ളൂ. സത്യമാണ്, ആണോ? അങ്ങനെ ആകും. അങ്ങനെ അല്ലാതിരിക്കാൻ ഞങ്ങൾക്ക് ജീവിച്ചു വന്ന ഞങ്ങളുടെ വിദ്യാഭ്യാസവും ഞങ്ങളുടെ കൗമാരവും ഞങ്ങളുടെ വിവാഹവും ഞങ്ങളുടെ ജീവിതമൊക്കെ ഇരിക്കുന്ന ഇന്ത്യയിൽ ഞങ്ങളുടെയൊക്കെ ഒരു 55 വയസ്സായ ആളുകളാണ്. ആ ജീവിത രീതിയല്ല നിങ്ങളുടെ രീതി. ഞങ്ങൾ പഴയ ആളുകളെയും പുതിയ ആളുകളെയും കണ്ട് സംസാരിക്കുന്ന ആളാണ്. നിങ്ങളെ എന്താ പറയാ, ന്യൂ CPM കൊടകര ലോക്കൽ സെക്രട്ടറി പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ നിന്ന് 85 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയതിൽ കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടകര ടൗണിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, MK ഷൈൻ, സദാശിവൻ കുറുവത്ത്, ഷാഫി കല്ലുപറമ്പിൽ, വിനയൻ തോട്ടാപ്പള്ളി, പ്രനില ഗിരീശൻ, രജിത് കൈപ്പള്ളി, VR രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ടൗണിൽ നടന്ന പൊതുയോഗം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ CPM കൊടകര ലോക്കൽ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. BJP കൊടകര മണ്ഡലം കമ്മിറ്റി ഓഫീസ് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം BJP കർഷകമോർച്ച ജില്ലാ സെക്രട്ടറി VK മുരളി ഉദ്ഘാടനം ചെയ്തു. BJP കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് വാഴക്കാലി അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, നേതാക്കളായ രഞ്ജിത്ത് കാടുവെട്ടി, KV ബാബു, സജിനി സന്തോഷ്, MK പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. കടലിലെ തിരമാലകളെ നീന്തി തോൽപ്പിച്ച് ഒരു യുവതി. കൊടകര കാവുന്തറ കൊത്തളത്തിൽ വിനോദ് ബിന്ദു ദമ്പതികളുടെ മകളായ ദേവികയാണ് ദേശീയ കടൽ നീന്തൽ മത്സരത്തിൽ വിജയം കൈവരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച പുതുച്ചേരിയിലെ പോണ്ടി മറീന ബീച്ചിലായിരുന്നു ദേശീയ മത്സരം. സ്വിംഗിംഗ് മാരത്തോണിൽ 1/2 കിലോമീറ്റർ മത്സരത്തിൽ എലൈറ്റ് കാറ്റഗറിയിലാണ് ദേവിക ബെസ്റ്റ് ഫിനിഷറായത്. സ്കൂൾ പഠനകാലത്ത് മുതൽ നീന്തൽ പരിശീലിച്ച ദേവിക കേരളോത്സവത്തിൽ അടക്കം നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. മാളയിലെ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിലെ നീന്തൽ പരിശീലകയാണ് ഇപ്പോൾ. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, നാഷണലാണ്. ഇപ്പോൾ കുറച്ച് സെലക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ ഒരു 6 പേര് കേരളയുടെ ടീമായിട്ട് നമ്മളൊരു 6 പേര് പോയത്. ഞാനും എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റുഡൻസ് ഒരു 3 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരും കൂടി പോയിട്ടാണ് എല്ലാവർക്കും പ്രൈസോടെ തിരിച്ചു വരാൻ പറ്റി. അത് സീ സ്വിമ്മിങ് കോമ്പറ്റീഷൻ ആയിരുന്നു. അത് നാഷണൽ ലെവൽ പോണ്ടി മെറീന ബീച്ചിലായിരുന്നു നമുക്ക് ഈ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നത്. ഒരു ഞായറാഴ്ച ആയിരുന്നു ഇതിൻ്റെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ ഉച്ചയോടുകൂടി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും പ്രൈസും മെഡലും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ ലംഘിച്ച് ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടികൂടി. അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ എറണാകുളം സ്വദേശി അഷ്കറിന്റെ ഉടമസ്ഥതയിലുള്ള സിത്താര ബോട്ടാണ് പിടിച്ചെടുത്തത്. നിയമപരമായ അളവിലല്ലാതെ കണ്ട 12 സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള 6800 കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത്. ഭക്ഷ്യയോഗ്യമായ 58 ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിന് താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ്. തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് 2,70,75,000 പിഴ സർക്കാരിലേക്ക് ഈടാക്കി. ഉപയോഗയോഗ്യമായ
5,468,000 രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിൽ അടപ്പിച്ചിട്ടുള്ളതും പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു. FEO അശ്വിൻ രാജ്, AFEO സംന ഗോപൻ, മെക്കാനിക് ജയചന്ദ്രൻ, മറൈൻ എൻഫോഴ്സ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ VM ഷൈബു, VN പ്രശാന്ത് കുമാർ, ER ഷിനിൽകുമാർ, സീ റെസ്ക്യൂ ഗാർഡുമാരായ പ്രമോദ്, ഷെഫീഖ് എന്നിവരാണ് പ്രത്യേക പട്രോളിംഗ് ടീമിൽ ഉണ്ടായിരുന്നത്. ഇത്തരം അശാസ്ത്രീയ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടർന്നും സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് കാർഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. മീഡിയ ടൈം തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂരിൽ ഡോക്ടറുടെ കാറിനെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ അടിമുടി ദുരൂഹത. പലരും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുകളുള്ളത് പോലീസിനെ കുഴക്കുന്നു. സംഘടിതരായി നിൽക്കുന്നവരെ സഹായിക്കുകയും അസംഘടിതരെ അവഗണിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. വിദേശ മദ്യം ബൈക്കിൽ കൊണ്ടു നടന്ന് വിൽപ്പന നടത്തുകയായിരുന്ന ആളെ ചാലക്കുടി എക്സൈസ് അറസ്റ്റ് ചെയ്തു. പരിയാരം പെല്ലിശ്ശേരി വീട്ടിൽ ആന്റണി ഡേവിസ് ആണ് അറസ്റ്റിലായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.